വോക്ക് വിത്ത് ശ്രീവേഷ്കർ ഇന്ന് യാത്ര തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ ഇരിട്ടി ഉളിക്കൽ വയത്തൂർ ശിവക്ഷേത്രം കഴിഞ്ഞുള്ള നമ്മുടെ പുഴയുടെ നടുവിൽ നിന്നാണ്, പാലത്തിന് മുകളിൽ നിന്നാണ് ഞങ്ങൾ ഇന്ന് യാത്ര തിരിക്കുകയാണ്. നമ്മുടെ കുന്നത്തൂർപ്പാടി വഴി പാടാങ്കവലയിലേക്കുള്ള ഒരു യാത്ര. ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ മലയോര ഗ്രാമത്തിൻ്റെ ഈ യാത്രയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ യാത്ര ഒന്ന് ആസ്വദിക്കാം. ഒരു 2 മിനിറ്റ് പോലും ആയില്ല. അവിടെ നിന്ന് എടുത്ത പോലെ നല്ല കാറ്റും മഴയാണ്. ഇപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ടുള്ളൊരു യാത്ര, ഒരു മഴയാത്രയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മഴക്കോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 90, 70, 80, 100 രൂപയ്ക്ക് കിട്ടുന്നൊരു മഴക്കോട്ടാണ്. ഇതിട്ടിട്ടാണ് നമ്മൾ കുന്നത്തൂർ പാടാങ്കവലയിലേക്കുള്ള യാത്ര. അയ്യോ നല്ല മഴ. ഓക്കെ, ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ട് കോട്ടൊക്കെ ഇട്ട് ഇതാ മട്ടിണിയല്ല കേട്ടോ, മണിപ്പാറ ടൗൺ എത്താൻ വേണ്ടി പോവുകയാണ്. മണിപ്പാറ ടൗണിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്. ഈ ഒരു പെട്ടെന്നുള്ളൊരു മഴയായിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റ് പോലും ആ മഴ പെയ്തില്ല. ഒരു 4 മിനിറ്റ് അത്രേ ഉള്ളൂ. നമ്മൾ വൈത്തൂർ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് യാത്ര തിരിച്ച് പാലം കഴിയുമ്പോഴേക്കും മഴ തുടങ്ങി. മഴ പെരുമഴയായിരുന്നുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ 100 രൂപയുടെ കോട്ട് വിട്ടു. ഇപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു കോട്ടായി മാറിയിരിക്കുന്ന കോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം നമ്മളിതാ മണിപ്പാറ ടൗണിലെത്തി. മണിപ്പാറ ടൗൺ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 4 ജംഗ്ഷൻ ചേരുന്നൊരു സ്ഥലമാണ്. വളരെ ഗംഭീരമായ സ്ഥലം തന്നെയാണ് മണിപ്പാറ. മണിപ്പാറ ടൗണിൻ്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് ഒന്ന് ആസ്വദിക്കാം. അപ്പോൾ നമ്മുടെ മണിപ്പാറയിലെത്തിയപ്പോൾ നമ്മുടെ ഒരു ചെറിയ നാൽക്കവലാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നാൽക്കവല ചെറിയൊരു നാടാണ് മണിപ്പാറ. നമ്മുടെ ഒരു കുരിശുപള്ളിയുണ്ട്, ഒരു SNDPയുടെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ താഴെ തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഒരു മസ്ജിദുണ്ട്. അതിനപ്പുറം ഒരു കാവുണ്ട് തൊട്ടപ്പുറം. ഇതൊരു നാൽക്കവലയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ മണിപ്പാറ? എല്ലാം കൊണ്ടും നല്ലൊരു ഗ്രാമമാണ്. ശാന്തവും സമാധാനമുള്ള ഒരു ഗ്രാമമാണ്. പിന്നെ എല്ലാ മിക്സഡ് സമൂഹമാണ്. എല്ലാവരും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. അടിപൊളിയാണ്. ഇവിടെ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു എല്ലാവരും സമത്വത്തോടെ പോകുന്നൊരു മേഖലയാണ്. കുരിശുപള്ളിയുണ്ട്, കാവുണ്ട്, മസ്ജിദുണ്ട്. അതുപോലെ തന്നെ ഒരു നാൽക്കവലയാണ്. വൈകുന്നേരമായ വേനൽക്കാലത്ത് നല്ല കാറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ്. പ്രകൃതി സുന്ദര ഗ്രാമമാണ്. എല്ലാവരും കൃഷിക്കാരാണ് കൂടുതലുള്ളത്. ഉദ്യോഗസ്ഥന്മാർ കർഷകരാണ് ഞങ്ങളെല്ലാവരും. അത് പറയുമ്പോൾ തന്നെ അങ്ങോട്ട് നോക്കി അതെ 2 പോത്തുകുട്ടന്മാരതാ. ഇവിടെ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട് ഓരോ പോത്തുകുട്ടന്മാരും പശുക്കളും. അവിടെ ഒരു മിൽമയുണ്ട്, കാവിന് തൊട്ടപ്പുറം ഒരു മിൽമയുണ്ട്. അപ്പോൾ നമ്മുടെ മണിപ്പാറയുള്ളവരൊക്കെ നല്ല സൗഹൃദപരമായ ഐക്യത്തോടെ പോകുന്ന നല്ലൊരു നാടാണ് കേട്ടോ. നമ്മുടെ മലയോര മേഖലയിലെ ഏറ്റവും നല്ല മലയോര കുടിയേറ്റ ജനതയുടെ ഏറ്റവും നല്ല കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന നല്ല കുടുംബങ്ങളാണുള്ളത്. നല്ല സ്നേഹത്തിന് ഉടമകളായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് മണിപ്പാറയിലുള്ളത് അല്ലേ? അതെ. അപ്പോൾ നമ്മളിവിടെ ഒരു യാത്ര തിരിച്ചാണ്. വൈത്തൂര് പാലത്തിന് മുകളിൽ ഒരു യാത്ര തിരിച്ചാണ്. കുന്നത്തൂര് റോഡിന്റെ പണി ഉടനെ നടക്കും. ഇതുപോലെ ടാറിയായ പ്രശ്നമില്ല. അപ്പം കുന്നത്തൂര് ക്ഷേത്രത്തിലേക്ക് ഈ നാൽക്കവല നേരെ മുകളിലേക്കുള്ള റോഡ് കുന്നത്തൂർ റോഡാണ്. ഇപ്പൊ ആ റോഡ് നല്ല വഴിയാണ്. പോവാം. അമേരിക്കൻ വഴി പോകണ്ട, അമേരിക്കൻ പാറ പോകണം. ഇവിടുന്ന് ചെന്നിട്ട് അമേരിക്കൻ പാറ ചെന്നിട്ട് നേരെ കുന്നത്തൂർ പോവാം. ഇതിലേക്ക് അപ്പുറം ചെന്നിട്ട് പോവാൻ. അവിടെ വേറെ റോഡ് മോശം. ഇപ്പൊ ഈ ടാറിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കോട്ടപ്പാറ ഒരു കുരിശുപള്ളിയുണ്ട്, അമേരിക്കൻ പാറ പള്ളിയുണ്ട്. അതുപോലെ തന്നെ കപ്പളയ്ക്ക് മസ്ജിദുണ്ട്. അതുപോലെ തന്നെ ഒരു ഇതുണ്ട്, പഠിക്കുന്ന സ്ഥാപനമുണ്ട്. നല്ല സുന്ദരമായ ഗ്രാമം. മണിപ്പാറയുടെ കൊച്ചു സൗന്ദര്യമാണ് നമ്മൾ ഇപ്പോൾ ആസ്വദിച്ചത്. ഒരുപാട് സൗകര്യമാണ് വരുന്നവരൊക്കെ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു.
അപ്പോൾ മണിപ്പാറ ടൗണിൽ നിന്ന് നമ്മൾ യാത്ര തിരിച്ചു. നമ്മുടെ ടൗണിൻ്റെ ചെറിയൊരു ദൃശ്യഭംഗി നമ്മൾ കണ്ടു. മഴ പോയത് കൊണ്ടൊരു ആശ്വാസമുണ്ട്. അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം ഈ മലയോര മേഖലയൊക്കെ ഇരുട്ടിലേക്ക് കടക്കും. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇതൊരു മഴ യാത്രയായിട്ട് മാത്രം കണ്ടാൽ മതി. നല്ല കട്ട റോഡൊക്കെയാണ്, എന്നാലും കുഴപ്പമില്ല. ഇരുട്ടിയിൽ നിന്നൊക്കെ കുന്നത്തൂരൊക്കെ വരുന്നവർക്ക് ഏറ്റവും എളുപ്പമാർഗ്ഗമുള്ള വഴിയാണ് നമ്മുടെ ഉളിക്കല്ല്, വയത്തൂർ, മട്ടിണി വഴി ഉള്ള ആ ഒരു റൂട്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അടിപൊളി ഗംഭീരം. അപ്പോൾ നാട്ടുകാരൊക്കെ നമ്മളോട് ചോദിച്ചു എന്താ പരിപാടിയെന്ന്. അപ്പം നമ്മൾ പറഞ്ഞ ഒരു മഴയാത്രയാണ്. വൈത്തൂർ പാലം മുതൽ നമ്മുടെ പാടാങ്കവല വരെയുള്ള ഒരു മഴയാത്രയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അതിഗംഭീരമായിട്ട് തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. റോഡൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടിയാൽ മാത്രം മതി. നമ്മൾ ഈ സ്കൂട്ടിയിലൊക്കെ പോകുമ്പോൾ കട്ടറൊക്കെ ചാടുമ്പോൾ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും വലിയ കോമഡി അതല്ല, നമ്മുടെ പുറകിൽ ഇതാ നടുറോട്ടിൽ കൂടെ തന്നെ പശുക്കളൊക്കെ നടക്കുന്നുണ്ട്. അതും കാണാനും നല്ല രസമാണ്. അവർ വൈകുന്നേരമായ സമയത്ത് വയറൊക്കെ നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പുല്ലൊക്കെ തിന്ന് വയറൊക്കെ നിറച്ച് വരുന്നു. എൻ്റെ പിറകിലൊരു അമ്മച്ചിരി പശുവിനെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളൊക്കെയാണ് നമ്മുടെ മലയോര മേഖലയിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു, നമുക്ക് പുതുതലമുറയൊക്കെ നമ്മുടെ ഈ കാർഷിക മേഖലയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സമയത്ത്, പുതിയ പുതിയ ജോലികളൊക്കെ തേടി വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നാടിൻ്റെ സൗന്ദര്യം, യാത്രയുടെ സൗന്ദര്യം, മഴയാത്രയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്രയാണ്. പ്രിയപ്പെട്ടവരെ, മണിപ്പാറയിൽ നിന്ന് നമ്മൾ സ്കൂട്ടി, നമ്മുടെ ക്യാമറമാനൊക്കെ ഇരിക്കുന്ന ആ സ്കൂട്ടി എടുത്തത് മണിക്കടവ് റോഡിലേക്കാണ്. മണിപ്പാറയിൽ നിന്ന് എടുത്തത് മാറിപ്പോയി. ഇനിയിപ്പോൾ വണ്ടി തിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് ശരിക്കും ഒറിജിനലായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് പോവാണ്. സമയം തീരെ കുറവാണ്. സോറി, ആദ്യം അപ്പോൾ ശരിക്കും നമ്മൾ മഴയാത്ര എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ കാറിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഫീൽ കിട്ടുന്നത് നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, സ്കൂട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. കാരണം ഞാൻ വേറൊന്നുമല്ല, വരുന്ന ആ ഒരു ഭംഗി. ഇവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ. ചർച്ച് വളരെ ഗംഭീരമാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പെരുന്നാളിനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നല്ലൊരു ചർച്ച തന്നെ ഉണ്ട് അവിടെ, ഈ റോഡ് സൈഡിൽ തന്നെ. നമ്മൾ മണിപ്പാറ പിന്നിട്ടിട്ട് ഇപ്പോൾ അമേരിക്കൻ പാറ വഴി നേരെ കുന്നത്തൂരേക്കാണ്. കുന്നത്തൂർ കഴിഞ്ഞാലാണ് നമ്മളെ പാടാങ്കവല. വെറും ഒരു മഴയാത്ര മാത്രമാണിത്. അതിനൊരു ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ നടക്കാറുണ്ട്. ഇവിടെയുള്ളവരൊക്കെ എണീറ്റ് നടക്കുന്ന ഒരു റോഡൊക്കെയാണ്. എന്നാലും സെറ്റാണ്, അടിപൊളിയാണ്, ഗംഭീരമാണ് അല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ മഴയാത്ര എന്നൊക്കെ പറഞ്ഞ് ഇതാണ്. മഴയാത്ര നടന്നാണ് പോകേണ്ടത്. പക്ഷേ നമുക്ക് ഇത്രയും ദൂരം ഉള്ളത് കൊണ്ട് ഒരു യാത്ര നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാരെ കണ്ട് സംസാരിക്കുമ്പോൾ അവർക്കറിയാൻ പറ്റും ഇവിടുത്തെ ചരിത്രവും അതേപോലെ തന്നെ ഇവിടുത്തെ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മഴയാത്രയാണിത്. വരും എപ്പിസോഡുകളിൽ എന്തായാലും ഈ നാടിൻ്റെ, മണിപ്പാറ നാടിൻ്റെയും അതോടൊപ്പം തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ ദേവാലയങ്ങളുടെയൊക്കെ ഐതിഹ്യം വോക്ക് വിത്ത് ശ്രീയിലൂടെ പ്രേക്ഷകരിലേക്ക്, നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. അപ്പോൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മഴയാത്രയുടെ സൗന്ദര്യം, ആ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല അരുവിയാണ്, നല്ല തെളിനീര് പോലത്തെ ജലമാണ് ഇതിൽ ഒഴുകുന്നത്. അത് മലമുകളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ മഴയായതുകൊണ്ട് ഇത്രയും തെളിനീരായിട്ടുള്ള ആ ഒരു ദൃശ്യം നമ്മളൊന്ന് കാണണം. അങ്ങോട്ട് ഒന്ന് കാണിച്ച് എന്ത് ഭംഗിയായിട്ടാണ് ഇത് ഒഴുകുന്നത് നോക്കിയേ. ഇത്ര സൗന്ദര്യമായിട്ട് വളരെ ഭംഗിയുണ്ട്. അതാണ് മലയോര ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് തന്നെ. ഇതൊക്കെ ഒരു ഔഷധ ഗുണമുള്ള നല്ല വെള്ളമാണ് നമുക്ക് കുടിക്കാൻ പറ്റും. നമ്മളിപ്പോൾ 1 ലിറ്റർ വെള്ളം മേടിക്കുന്നത് ബോട്ടിലുകളാണ്. 20 രൂപ മുടക്കി 15 രൂപ ഒക്കെ മുടക്കിയിട്ട്
ഇതൊക്കെ നമുക്ക് ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു കപ്പിൽ കോരിയിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല നീരുറവയാണ്, മലമുകളിൽ നിന്ന് വരുന്ന നീരുറവയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മലയോരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയും പോകുന്ന വഴികളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം, പോവാം. മണിപ്പാറയിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ അലവിക്കുന്നെത്തി. ഇവിടുന്ന് ആനറയ്ക്ക് 500 മീറ്ററാണുള്ളത്. അപ്പോൾ വൈകിട്ടുള്ള സമയമൊക്കെ ആയതുകൊണ്ട് മലയോര മേഖലയിലെ ജനങ്ങൾ അവർ ഒരു സൗഹൃദമുണ്ട്. വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഈ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുക, ചായക്കടയിലൊക്കെ വന്നിരിക്കുക. അപ്പോൾ സുന്ദരമായിട്ടുള്ള അവരുടെ സൗഹൃദങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെയാണ് എൻ്റെ നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞതാ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. അവരൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൗഹൃദങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനറയുടെ ചെറിയ ഒരു ടൗണാണ്. ഇവിടുന്ന് നേരെ നമ്മൾ അലവിക്കുന്നിൻ്റെ ടൗണാണ് കേട്ടോ, ആനറയല്ല. ആനറ ഇവിടുന്ന് 500 മീറ്റർ ഉണ്ട്. അലവിക്കുന്നിൻ്റെ ഒരു ചെറിയ ഒരു ടൗണാണിത്. ഇവിടെ നമ്മൾ നേരെ കേട്ടോ ഇവിടുന്ന് എങ്ങോട്ടാ അമേരിക്ക പറയാം, ആനറ കുന്നത്തൂരേക്കോ പോവാല്ലേ. അപ്പോൾ ഇവിടുന്ന് ആനറ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുന്നത്തൂരിലേക്ക് പോവാണ്. ഓക്കെ, സെറ്റ്. കുന്നത്തൂര് എങ്ങോട്ടാ? കുന്നത്തൂര് നേരെയാ? അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മൾ മണിപ്പാറ അലവിക്കുന്ന് ആനറ വഴി ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ്, മഴക്കാലത്തുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സ്ഥലത്തിൻ്റെ പേരും അറിയില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു നമുക്കൊന്ന് ചോദിക്കായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുവഴി വരുന്നത്. അപ്പോൾ ഇത്ര സുന്ദരമായിട്ടുള്ള പോകുന്ന റോഡിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഭംഗി ശരിക്കും നമ്മളൊന്ന് ആസ്വദിക്കണം കേട്ടോ. ഒന്ന് അതിൻ്റെ ഭംഗി നോക്കിയേ, നല്ല പാലൊഴുകി വരുന്ന പോലെയല്ലേ വെള്ളം വരുന്നത്. അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോൾ ഇത് കാണുന്ന നമ്മൾ എല്ലാവരും ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ വരണം എന്തായാലും. സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇപ്പോൾ കാറിൽ വന്ന് കാറിൽ നിറങ്ങാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റോട്ടിൽ തന്നെ നിന്ന് ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം. അടിപൊളിയായിട്ട് നല്ല പാൽച്ചുരം എന്നൊക്കെ പറയാം. ശരിക്കും ഗംഭീരമാണ്, ഒന്നും പറയാനില്ല, അടിപൊളി. അപ്പോൾ മലയോര ഗ്രാമത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എത്ര സുന്ദരമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഈ മൂന്നാർ, ഇടുക്കി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള സ്ഥലങ്ങൾ കാണാതെയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാതാക്കരുത്. ഇത് നമ്മുടെ മലയോരത്തിൻ്റെ, നമ്മുടെ ഉളിക്കലിൻ്റെ, അതോടൊപ്പം തന്നെ നമ്മുടെ പയ്യാവൂരിൻ്റെ ഒക്കെ ഒരു മുറ്റത്തെ മുല്ലയാണ് ഈ വെള്ളച്ചാട്ടം. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇത് നമുക്ക് വരും ദിവസങ്ങളിൽ ആരോടൊക്കെ ചോദിക്കാം. പക്ഷെ വരേണ്ട വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈത്തൂര്, മണിപ്പാറ, ആനറ,
അലവിക്കുന്ന് കഴിഞ്ഞ് ആനറ അതുവഴിയാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. ഇവിടുന്ന് നേരെ കുന്നത്തൂർ റോഡാണ് കേട്ടോ. കുന്നത്തൂരേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കുന്നത്തൂർ പാടാകവലയിലേക്ക് ഏകദേശം ഇരുട്ടൊക്കെ വീഴാൻ തുടങ്ങി. ഇനി മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തുമെന്ന് അറിയില്ല. എന്നാലും ഈ ഒരു മഴയാത്രയിൽ ചെറിയ സൗന്ദര്യങ്ങൾ, മലയോരത്തിൻ്റെ കൊച്ചു കൊച്ചു സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. ഓക്കെ. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു. പേര് മനോജ്. ഇത് വരുന്ന വഴിക്ക് നമ്മളിപ്പം ആനാറ എന്നല്ല ഇങ്ങോട്ട് വരുന്നത്, അലവിക്കുന്ന് ആനറ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. വരുന്ന വഴിക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കണ്ടു, ഒരു വെള്ളച്ചാട്ടം കണ്ടു. ആ സ്ഥലത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് പാത്തിക്കൽ. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും നമ്മുടെ മലയോര മേഖലയിലെ ഉളിക്കലിലെ പാത്തിക്കൽ, ആനറ കഴിഞ്ഞ് വരുന്ന വഴിയിൽ കോട്ടപ്പാറയ്ക്ക് വരുന്ന വഴിയിൽ പാത്തിക്കൽ എന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇപ്പോൾ ഇത് ഓർത്ത് വെച്ചോളം പാത്തിക്കൽ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കുഞ്ഞിപ്പറമ്പ് കുന്നത്തൂർ. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയാണ് കുഞ്ഞിപ്പറമ്പ് കുന്നത്തൂർ. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇനി ഇവിടെ നിന്ന് 1 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളെ കുന്നത്തൂർ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാർ അവരുടെ വീട്ടിലേക്ക് സാധനം മേടിക്കാനൊക്കെ വരുന്നൊക്കെ ഉണ്ട്. അവരൊക്കെ കടകളിലൊക്കെ ഉണ്ട്. നമ്മളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ എൻ്റെ തൊപ്പിയൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു, എന്തൊരു ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഇത് 1 കിലോമീറ്റർ ഇല്ല, ഇനി നമുക്ക് ഏകദേശം ഒരു 900 മീറ്റർ അല്ലെങ്കിൽ 800 മീറ്റർ താഴെയുള്ളൂ നമ്മുടെ കുന്നത്തൂർ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക്. ഇപ്പോൾ സീസണല്ല, 1 മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കുന്ന ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു കയറ്റമാണ്. കഴിഞ്ഞ പ്രാവശ്യം സീസണിൽ ഇവിടെ ഒരു ബസ്സൊക്കെ മറിഞ്ഞിട്ട് ചെറിയ എന്തൊക്കെ അപകടങ്ങളൊക്കെ പറ്റി എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിരവധി ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ അങ്ങ് കയറുന്നൊന്നുമില്ല, ക്ഷേത്രം നമുക്ക് പുറത്തുനിന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പാടാകവലയിൽ വരെ ഒരു യാത്ര, കാരണം അത് പ്രകൃതിയുടെ ഒരു ഭംഗി വളരെ ഗംഭീരമാണ്. അത് നമുക്കൊന്ന് ആസ്വദിക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ കുന്നത്തൂർ പാടി താഴെ മടപ്പുര ആണിത്. നമ്മുടെ ആ വിശേഷ ആ 1 മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കുന്നത് അങ്ങ് മുകളിലാണ്, കാനന വനത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കവാടം കൂടി നമുക്ക് ഈ ഒരു യാത്രയിലൊന്ന് കാണാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കണ്ടു കവാടം കൂടി കാണാം. പിന്നെ ഏറ്റവും വലിയ പ്രധാന കാരണം നമ്മൾ ഇനി ഇതിൻ്റെ ഒരു ഐതിഹ്യമൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഇവിടെയുള്ള മുതിർന്ന ഇതിനെക്കുറിച്ച് ചരിത്രങ്ങളൊക്കെ അറിയാവുന്നവരൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്തൊക്കെയാണ് എന്നുള്ളത് ഒരുപാട് പേര് പുസ്തകങ്ങളിലായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും വോക്ക് വിത്ത് ശ്രീയിൽ ഇതിൻ്റെ ഒരു എപ്പിസോഡ് എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇത് ചെയ്യും.
അപ്പോൾ നമുക്ക് ഈ യാത്രയിൽ നമുക്ക് ഇതിൻ്റെ റോഡിൽ നിന്നും ഇതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യവും ആ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശവും നമുക്കൊന്ന് ആസ്വദിക്കാം. അപ്പം ഇതാണ് നമ്മുടെ മുത്തപ്പൻ, കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനം. അപ്പോൾ ഇവിടുന്ന് ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റും. ഞാനൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. നമ്മളെ ഒരു മലയോര മേഖലയിൽ നമ്മുടെ നാട്ടിലെ പറശ്ശിനിക്കടവൊക്കെ പോകുന്നവർ കുന്നത്തൂർപ്പാടി ക്ഷേത്രത്തിലൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ദേവസ്ഥാനം എന്ന് പറയുന്നത് കുന്നത്തൂർപ്പാടിയിൽ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ചരിത്രവും ഭക്തിസാന്ദ്രമായിട്ടുള്ള ആ ഒരു എപ്പിസോഡ് ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തായാലും ഞാൻ ഈ വോക്ക് വിത്ത് ശ്രീ ഒരു എപ്പിസോഡ് ഞാൻ ഇത് പൂർണ്ണമായി ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാം. ഈ മഴക്കാലത്ത് നമ്മളിങ്ങനെ ഒരു വൈകിട്ടുള്ള ഒരു സമയത്ത് വരുമ്പോൾ നോക്കിയേ എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയേ. ചെറിയൊരു അരുവിയാണ്, എത്ര ഭംഗിയായിട്ടാണ് ഇത് ഒഴുകുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ശരിക്കും ഒന്നും പറയാനില്ല, നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ ഭക്തിസാന്ദ്രമായിട്ടുള്ള മുത്തപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹവും വോക്ക് വിത്ത് ശ്രീക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടുന്ന് നമ്മൾ പാടാങ്കവലയിലേക്ക് ഒരു യാത്ര. നമ്മൾ ദൂരം കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഈ വയത്തൂർ പാലത്തിൻ്റെ നടുവിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ നമുക്കൊരു അരമണിക്കൂറിന് ഇവിടെ എത്താമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ വരുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്, പ്രകൃതി സുന്ദരമായിട്ട് ഒരുപാട് കാഴ്ചകൾ. ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകളുമുള്ള മലയോര മേഖല തന്നെയാണ് നമ്മുടെ ഈ ഒരു ഉളിക്കൽ പഞ്ചായത്ത്, പയ്യാവൂർ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ പാടാങ്കവലയിലേക്ക് ഒരു ജസ്റ്റ് ഒരു ട്രാവൽ ചെയ്യാം. നമുക്കൊന്ന് സ്പീഡിൽ പോകാം, കാരണം ഇനി ഇരുട്ടാകാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വേഗം തിരിക്കാം. നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുന്നത്തൂർ ദേവസ്ഥാനം കഴിഞ്ഞ് നമ്മുടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പാലയാട് എന്ന് പറയുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ മോഹനേട്ടൻ നടത്തുന്ന ഒരു അനാദി കച്ചവട കടയാണ്. മോഹനേട്ടാ, ഈ നാടിനെ കുറിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ എന്താ പറയാനുള്ളത്? കാലാവസ്ഥ ഒരു കുന്നത്തൂർപ്പാടി അമ്പലവുമായി ബന്ധപ്പെട്ട പ്രദേശമാണ്. പിന്നെ അവിടെ ഒരു കോളനി ആയി ബന്ധപ്പെട്ട പ്രദേശമാണ്. കോളനിയാണ് ആദിവാസി കോളനി. ഇവിടെ പൊതുവായ മറ്റു കുടുംബങ്ങൾ, ജനറലായിട്ട് കുടുംബങ്ങൾ കുറവാണ്. പിന്നെ ശരി, നാട് വെച്ചാൽ വേറെ വളരെ സുന്ദരമാണല്ലേ? സുന്ദരമാണ്. ഞങ്ങൾ ഇങ്ങോട്ട് കടന്നുപോയപ്പോൾ കാഞ്ഞിരപ്പള്ളി, പാടാങ്കവല അങ്ങോട്ടുമെല്ലാം നല്ല പിന്നെ ഗംഭീരമായിട്ടുള്ള നല്ല പ്രദേശമാണ്. ഇവിടെ എത്ര വർഷമായി കച്ചവടം ചെയ്യും? നമ്മളിപ്പം ഇവിടെ 50 വർഷമായി, 52 വർഷമായി ഈ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട്. കച്ചവടം ഒരു 45 വർഷമായിട്ട്. 45 വർഷമായിട്ട് നമ്മുടെ ഈ കുന്നത്തൂർ പാലയാടിൽ കച്ചവടം ചെയ്യുന്ന മോഹനേട്ടനാണ്. അപ്പോൾ മോഹനേട്ടാ, ഇത് കാണുന്നവരോട് നമ്മുടെ ഈ ഒരു പ്രകൃതിയുടെ ഭംഗി, മലയോരത്തിൻ്റെ പ്രകൃതിയുടെ ഭംഗി എന്താണ് പറയാനുള്ളത്? പ്രകൃതി ഭംഗിക്ക് അതിമനോഹരമായ പ്രദേശമാണ്. കാലാവസ്ഥ എപ്പോൾ ഒരു പിന്നെ തണുപ്പാണ്, കൂടുതൽ തണുപ്പാണ്. പിന്നെ ഈ മഞ്ഞുമൂടിയ പ്രദേശമാണ് കൂടുതൽ മഴക്കാലത്ത്. അപ്പം എല്ലാവരും ഇവിടെ വരണം അല്ലേ? നമ്മുടെ പ്രേക്ഷകരോട് പറയാം, എല്ലാവരും ഇവിടെ വരണം. ഇനിയിപ്പോൾ കുന്നത്തൂർ ദേവസ്ഥാനത്തെ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഡിസംബർ 17 മുതൽ ജനുവരി 17 വരെ ഒരു മാസം നീണ്ടു. അപ്പോൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമൊക്കെ കാണാൻ വരുമ്പോൾ നമ്മളെ ഈ ഒരു മോഹനേട്ടനെ മോഹനേട്ടൻ്റെ കട അവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ താഴെ ഉണ്ട്, 1 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ മോഹനേട്ടനൊക്കെ ഒന്ന് കാണണം നമ്മുടെ ഈ ഒരു പാടാങ്കവല, കുന്നത്തൂർ, അതേപോലെ തന്നെ ആനറയൊക്കെ സൗന്ദര്യമാണ്. ഇപ്പോൾ വരുന്നവർക്ക് ഒരുപാട് നല്ല നല്ല വെള്ളച്ചാട്ടം, പ്രകൃതി സുന്ദരമായിട്ടുള്ള വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ പ്രസിദ്ധമാണ്. നമ്മൾ ഇതുവരെ ആൾക്കാർ കാണാത്ത, ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരു മനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. മറ്റേ ഈ ആനറ വഴിക്ക് വരുന്ന വഴിക്ക്, അതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. പേര് എന്തായിരുന്നു പറഞ്ഞത്? പാത്തിക്കൽ എന്നാണ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. അപ്പോൾ ഇത് കാണുന്നവർ നമുക്ക് വരുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് വന്ന് കണ്ട് പോകും. അപ്പോൾ മോനേട്ടാ, താങ്ക് യു.
അപ്പോൾ ഒന്നും പറയാനില്ല. നമ്മളെ മോഹനാട്ടിലൊക്കെ പരിചയപ്പെട്ട് നമ്മൾ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണിത്. ഇതിൻ്റെ മുകളിൽ ഫോറസ്റ്റാണ്. അപ്പോൾ ഈ വ്യൂ പോയിൻറ്റിൻ്റെ സൗന്ദര്യം ശരിക്കും നമ്മളൊന്ന് ആസ്വദിച്ച് കഴിഞ്ഞാൽ എന്താ ഭംഗി. ഇത് നമ്മളത് പുറത്തൊന്നും അധികം വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരറിയില്ല. കുന്നത്തൂർ ദേവസ്ഥാനം കഴിഞ്ഞ് നിന്ന് പാലയാട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി 1 കിലോമീറ്റർ പോലും വരണ്ട, വന്ന് കഴിയുമ്പോൾ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ എത്ര സുന്ദരമായിട്ടുള്ള നല്ല ആകാശം നല്ല മേഘാവൃതമായി നിൽക്കുന്നു. നല്ല മലനിരകൾ നമുക്ക് ദൂരെ നിന്ന് കാണാം. അപ്പോൾ ശരിക്കും മലയോരെന്ന് പറഞ്ഞാൽ മലയോരം ഇത് തന്നെയാണ്. മലയോരത്തിൻ്റെ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ ഗംഭീര സംഭവമാണ്. അപ്പോൾ ഇതാ എൻ്റെ കൂടെ വന്നവരൊക്കെ ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും കൂടി ഒന്ന് കാണിച്ച് അവരൊക്കെ വളരെ ഗംഭീരമായിട്ട് ആസ്വദിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഒക്കെ എന്നോട് പറഞ്ഞു കാഞ്ഞിരക്കൊല്ലി ഉണ്ടെന്ന്. കാഞ്ഞിരക്കൊല്ലിയൊക്കെ നമ്മളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയകളിലും അതോടൊപ്പം തന്നെ എല്ലാവരും അത്യാവശ്യം ടൂറിസ്റ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാവരും അറിയുന്നൊരു സ്ഥലമാണ്. ആരും അറിയാത്ത സ്ഥലം പരിചയപ്പെടുത്താനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ജസ്റ്റ് നമ്മളൊരു ചെറിയൊരു യാത്ര സംഘടിപ്പിച്ചത്. അപ്പോൾ പാലയാട് കഴിഞ്ഞ് കുന്നത്തൂർ ദേവസ്ഥാനം കഴിഞ്ഞ് പാലയാട് വന്നു കഴിയുമ്പോൾ ഇത്രയും സുന്ദരം റോഡ് സൈഡിൽ തന്നെ നിന്ന് നോക്കി നമ്മൾ എങ്ങോട്ട് നടക്കണ്ട, 1 മീറ്റർ 2 മീറ്റർ പോലും നടക്കണ്ട, റോഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റാണിത്. എത്ര സുന്ദരമാണ്, അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോൾ ഒന്ന് ആസ്വദിക്കുക. അങ്ങനെ നമ്മുടെ ഉളിക്കൽ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള നമ്മുടെ വയത്തൂർ ശിവക്ഷേത്രം അത് കഴിഞ്ഞിട്ടുള്ള പാലത്തിൻ്റെ നടുവിൽ നിന്നാണ് നമ്മൾ യാത്ര തിരിച്ചത്. അപ്പോൾ ഒരു മഴയാത്ര. അപ്പോൾ നമ്മൾ 2 സ്കൂട്ടികളിലായി നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു യാത്ര വൈകുന്നേരം 5 മണിക്ക് ശേഷം. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എങ്ങനെ ഉണ്ടാവും, മഴയാത്രയുടെ ഭംഗി എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വ്ളോഗിൽ യാത്ര തിരിച്ചത്. പക്ഷേ മണിപ്പാറയുടെ ആ ടൗണിൻ്റെ ചെറിയൊരു സൗന്ദര്യം ആസ്വദിച്ച് അതിനുശേഷം അവിടെ നിന്ന് ആനറയിലേക്ക് നമ്മൾ ആനറ എത്തുന്നതിന് മുമ്പ് അലവിക്കുന്ന് ടൗണിൽ നിന്ന് ആനറയിലേക്ക് വന്നു. അവിടെയൊക്കെ വരുമ്പോൾ നല്ല വെള്ളച്ചാട്ടം, പാത്തിക്കൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം. നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള കാഞ്ഞിരക്കൊല്ലി നല്ലൊരു അളകാപുരി വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കൊച്ചു വെള്ളച്ചാട്ടമാണ്. വളരെ സുന്ദരമായിട്ടുള്ളൊരു കൊച്ചു വെള്ളച്ചാട്ടമാണ് നമ്മൾ ഈ വരുന്ന വഴിക്കുള്ള ആനറ കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുന്ന കുന്നത്തൂരേക്ക് വരുന്ന വഴിക്കുള്ള പാത്തിക്കൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. അപ്പോൾ വളരെ ഗംഭീരമാണ്. പേര് തെറ്റിയൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്നാലും ഞാനിപ്പോൾ ഒരു പേര് ഇട്ടുവന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വരുന്നവർ, കുന്നത്തൂർ അമ്പലത്തിലേക്കൊക്കെ വരുന്നവർ, നമ്മൾ പയ്യാവൂർ വഴി കൂടാതെ ഒക്കെ വരുന്നവർ ഉളിക്കല് വയത്തൂർ അമ്പലത്തിന് ശേഷം മണിപ്പാറ, അലവിക്കുന്ന്, ആനറ വഴി കുന്നത്തൂരേക്ക് വരുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമാണിത്. ഈ കുന്നത്തൂർ കഴിഞ്ഞ് നമ്മൾ ദേവസ്ഥാനം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പാടാങ്കവലിലേക്കാണ്. പാടാങ്കവല ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ അപ്പുറയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് സമയം ഇരുട്ട് വീണതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെയും ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയാണ് വന്നത്. ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഹൗ മച്ച് ഫീൽ? അടിപൊളി ഗംഭീരമാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഈ റൂട്ടിലൊരു യാത്ര വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഈ റൂട്ടിലോട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. അടിപൊളി, ഗംഭീരം. എന്താണ് നമ്മുടെ പ്രേക്ഷകർ നമ്മൾ പ്രതീക്ഷിക്കാതെ വെള്ളച്ചാട്ടം കണ്ടില്ലേ? പാത്തിക്കൽ വെള്ളച്ചാട്ടം. എന്താ നമ്മുടെ പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത്? ഈ റൂട്ട് വരിക, കാണുക, അടിപൊളി സ്ഥലം. നല്ല മലയോര ഗ്രാമത്തിൻ്റെ ഏറ്റവും നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലം. ഒരു ദിവസം നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാം. അടിപൊളി സ്ഥലം. ഒരു ദിവസം വേണ്ട, നമ്മളിപ്പോൾ ഓക്കെ. എന്നാലും കാണാനുണ്ടല്ലോ, ഒരുപാട് കാണാനുണ്ടല്ലോ. അവിടെ നിന്ന് ഇവിടെ ഒരു 1/2 മണിക്കൂർ 1/4 മണിക്കൂർ നമ്മൾ കൂട്ടിയാൽ മതി ഇത് ആസ്വദിക്കാനാണെങ്കിൽ.
പിന്നെ ഇവിടുന്ന് ഏറ്റവും പ്രത്യേകത കാഞ്ഞിരക്കൊല്ലിക്ക് പോവാം. അതെ. അത് കഴിഞ്ഞിട്ട് കാലാങ്കിക്ക് പോവാം. ഒരു 15 കിലോമീറ്റർ മാത്രമേ ഇടുന്നു കാഞ്ഞിരക്കൊല്ലിയിൽ. കാഞ്ഞിരക്കൊല്ലി കഴിഞ്ഞാൽ അവിടെ ഒരു വെള്ളച്ചാട്ടം കളകവരി അല്ലേ, വെള്ളച്ചാട്ടത്തിന് ഒരു. അപ്പോൾ അവിടെയും പോയി കഴിഞ്ഞാൽ വിഷ്വൽസ് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പ്ലാൻ ചെയ്ത് ഇരിട്ടി ടു വന്നു കഴിഞ്ഞാൽ ഈ റൂട്ട് വഴി, അതായത് ഇപ്പോൾ പാടാങ്കവല വന്ന് അവിടെ നിന്ന് കുന്നത്ത് അല്ല ഇവിടെ എന്താ കാഞ്ഞിരക്കൊല്ലി വഴി പിന്നെ മണിക്കടവ് വഴി തിരിച്ച് ഉളിക്കലിലേക്ക് വരാം. നല്ല സെറ്റ് സ്ഥലം. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ആരും ശ്രദ്ധിക്കാതെ ഒരുപാട് പേരൊക്കെ ഇതിലേക്ക് കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സൗന്ദര്യം ആരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെയുണ്ടെങ്കിൽ അവർക്ക് എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്ത് ആൾക്കാരൊക്കെ അറിയും. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും നമ്മളെ ഇവിടെ ഇതിൽ കടന്നു പോയി കുന്നത്തൂർ ദേവസ്ഥാന അമ്പലത്തിലൊക്കെ പാടിയിലൊക്കെ വരുന്നവർ എന്തായാലും ഇവിടെയും കൂടി വരണം. നമ്മുടെ മോനേട്ടൻ്റെ കട കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് ഇതുകൂടി കാണണം. പാടാങ്കവലയിലേക്ക് ഉള്ള എപ്പിസോഡ് നമ്മൾ അടുത്ത ദിവസമാണ് അതിൻ്റെ വ്ലോഗ് ചെയ്യുക. അവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമുക്ക് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പാടാങ്കവലയുടെ വിശേഷവും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള സവിശേഷതകളും ചരിത്രവും ഒക്കെ അടുത്ത എപ്പിസോഡിൽ വോക്ക് വിത്ത് ശ്രീവേഷ്കരൻ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും